Hello everyone, Jincy from Gems Abroad. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പി ടിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ അതോ പി ടിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ ഇങ്ങനെ കുറേ കോൾസ് ആൻഡ് മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് ലൈക്ക് യെസ്, ദേ ആർ ഇംപ്രൂവിംഗ് ദി സ്കോറിംഗ് പ്രോസസ് ഫോർ പി ടി ക്വസ്റ്റ്യൻ ടൈപ്സ്. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ സ്പീക്കിംഗിൽ 2 ക്വസ്റ്റൻ ആണ്, ഡിസ്ക്രൈബ് ഇമേജ് ആൻഡ് റീറ്റെൽ ലെക്ചർ. സോ എന്ത് ചേഞ്ചസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്? ഹ്യൂമൻ എക്സ്പേർട്സ് വിൽ നൗ ഡബിൾ ചെക്ക് യുവർ ഓട്ടോമേറ്റഡ് സ്കോർ. നമുക്കറിയാമല്ലോ, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കോറിംഗ് ആണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും. സോ ഈ 2 ക്വസ്റ്റ്യന് മാത്രം ഹ്യൂമൻ എക്സ്പേർട്സ് ദേ വിൽ ചെക്ക് യുവർ സ്കോർ. എന്താണ് അവർ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കുവാണെങ്കിൽ യുവർ കോണ്ടന്റ് ആണ്. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ സ്കോർ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെൽ ലെക്ചർ രണ്ടും സ്പീക്കിംഗ് ടാസ്കിലാണ് 3 പാരാമീറ്റേഴ്സിലാണ് അസസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇസ് കോണ്ടന്റ്, സെക്കൻഡ് ഇസ് ഫ്ലുവൻസി, തേർഡ് ഇസ് യുവർ പ്രൊനൗൺസിയേഷൻ. സോ ഈ എല്ലാ ആസ്പെക്ട്സും മെഷീൻ സ്കോർഡ് ആണ്. പക്ഷേ ഫ്രം November 4, 2024 ദി കോണ്ടന്റ് ആസ്പെക്ട് വിൽ ബി ചെക്ക്ഡ് ബൈ എ ഹ്യൂമൻ എക്സ്പെർട്ട്. വാട്ട് ഇസ് എ പ്രോസസ്? എന്താണ് ഇവിടെ ചേഞ്ചസ് വന്നേക്കുന്നത്? സോ കമ്പൈനിങ് ദി AI വിത്ത് ഹ്യൂമൻ എക്സ്പെർട്ടൈസ് ഇസ് ദ ബെസ്റ്റ് വേ ടു മേക്ക് ഷുവർ ടെസ്റ്റ് ടേക്കേഴ്സ് ബെനിഫിറ്റ് ഫ്രം റിലയബിൾ ആൻഡ് ഫെയർ അസസ്മെന്റ്. സോ ഹ്യൂമൻ എക്സ്പെർട്സും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് സ്കോറിംഗ് പ്രോസസ്. അതായത് ഫ്രം ട്രെയിനിങ് ദി AI ടു ചെക്കിംഗ് ദി ലൈവ് റെസ്പോൺസസ്. സോ ഈ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ചെക്ക് എന്താ നോക്കുവാണെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ഒറിജിനൽ ആണോ, അതായത് നമ്മുടെ ഓൺ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണോ സംസാരിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലിയർ പ്രിപ്പയർഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെമ്മറൈസ്ഡ് ടെംപ്ലേറ്റ്സ് വെച്ചിട്ടാണോ സംസാരിക്കുന്നതെന്നാണ് അവർ അസസ് ചെയ്യുന്നത്. ഈ 2 സ്പീക്കിംഗ് ടാസ്കിലും ഹ്യൂമൻ എക്സാമിനർ വിൽ റിവ്യൂ ചെയ്യും നമ്മുടെ റെസ്പോൺസ്. സോ നമുക്ക് തന്നേക്കുന്നത്, നമ്മൾ ഫോർ എക്സാമ്പിൾ ഡിസ്ക്രൈബ് ഇമേജിന് ഒരു ചാർട്ട്, ഒരു പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ലൈൻ ചാർട്ടോ ബാർ ചാർട്ടോ, അപ്പം ആ ഇമേജിനെ കുറിച്ച് റിലവന്റ് ആയിട്ട് സംസാരിക്കുകയും നമ്മുടെ ഓൺ വേർഡ്സ് ഇട്ട് സംസാരിക്കുകയും ചെയ്യണം. അല്ലാതെ ദിസ് ഇമേജിനും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇമേജ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് ഒരു ഓൾറെഡി നേരത്തെ പഠിച്ചു വെച്ച ടെംപ്ലേറ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ കോണ്ടന്റിന്റെ അവിടെ ദേ വിൽ പുട്ട് ആസ് 0. അപ്പൊ കോണ്ടന്റ് 0 ആകുമ്പോഴത്തേക്കും ഫ്ലുവൻസി പ്രൊനൗൺസിയേഷനും 0 ആയിട്ടാണ് കിട്ടുന്നത്. സോ അവര് നോക്കുന്നത് ജെന്യൂൻ ഒറിജിനൽ റെസ്പോൺസിനാണ് അവര് സ്കോർ തരുന്നത്. ഓക്കെ, അപ്പം ഈ ചേഞ്ച് എന്തെങ്കിലും ടെസ്റ്റ് ഫോർമാറ്റിനെ അഫക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ടെസ്റ്റ് ഫോർമാറ്റ് ഒക്കെ സെയിം തന്നെയാണ്, ഡ്യൂറേഷൻ എല്ലാം സെയിം തന്നെയാണ്. സോ ഈ ഹ്യൂമൻ എക്സ്പേർട്ട് എന്താ ചെയ്യുന്നത്? ബിക്കോസ് അവർ ഹ്യൂമൻ എക്സ്പേർട്ട് അവർ നോക്കുന്നത് നമ്മുടെ കോണ്ടന്റ്, അതായത് പിക്ചർ റിലേറ്റഡ് ആയിട്ട് പറയുകയും വേണം, നമ്മുടെ ഓൺ വേർഡ്സ് യൂസ് ചെയ്ത് പറയുകയും വേണം. ആൻഡ് ഇത് വരുന്നത് ഫ്രം November 4, 2024 തൊട്ടാണ്. സോ ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെൽ ലെക്ചറും നമ്മൾ ഫ്രേസസ് തന്നെ സംസാരിക്കുക ആൻഡ് ഓൾസോ യൂസിങ് യുവർ ഓൺ വേർഡ്സ്. ഒരു മെമ്മറൈസ് ടെംപ്ലേറ്റ്സ് വെച്ച് നമ്മൾ ഒരിക്കലും സംസാരിക്കരുത്. സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് യുവർ desired score. And this is applicable for PTE academic and PTE UKVI ആണ്. Okay. സോ ഈ അപ്ഡേറ്റ്സും ചേഞ്ചസ് ആണ് അവരിപ്പം നിലവിൽ കൊണ്ടുവന്നേക്കുന്നത്. സോ അപ്പൊ ഇതിന്റെ ലിങ്കും ആൻഡ് ഇതിന്റെ ഡിസ്ക്രൈബ് ഇമേജിന്റെ ടിപ്സ്, റീറ്റെലക്ഷന്റെ ടിപ്സ്, അവർ തന്ന ടിപ്സ് ഞാൻ കോമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്തേക്കാം. ജസ്റ്റ് ഇതൊന്ന് ഗോ ത്രൂ ചെയ്ത് പോയാൽ മതി. പാനിക് ആകേണ്ട ഒരു കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഓൺ വേർഡ്സിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഇമേജിനെ ഡിസ്ക്രൈബ് ജസ്റ്റ് നിങ്ങൾ അത് കമ്പയർ ചെയ്താൽ മതി. ഒരു ചാർട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ചാർട്ടിൽ ഹയസ്റ്റ് വാല്യൂസ്, മാക്സിമം, മിനിമം വാല്യൂസ് പറയുക, അല്ലെങ്കിൽ 3-4 ഡേറ്റാസ് കമ്പയർ ചെയ്ത് സംസാരിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ യു വിൽ ഗെറ്റ് എ സ്കോർ. ഓക്കെ, ഈ ചേഞ്ചസ് ആണ് ഇപ്പൊ അവര് തന്നേക്കുന്നത്. സോ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫ്രം ടുഡേ വിത്തൗട്ട് ദ ടെംപ്ലേറ്റ്. ഇത് പറയാനാണ് thought of doing a video. Hope this will help you a lot and thank you so much. See you in next video.